ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 20-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 20-ാം അധ്യായത്തിൽ ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. ശൗലിന് ശേഷം രാജാവാകേണ്ട വ്യക്തിയാണ്, കിരീട അവകാശിയാണ്. എന്നാൽ തൻ്റെ പിതാവിന് ശേഷം ദാവീദാണ് തന്നേക്കാൾ യോഗ്യനെന്ന് മനസ്സിലാക്കി ദാവീദിൻ്റെ ജീവൻ രക്ഷിക്കാൻ ബന്ധപ്പെടുന്ന യോനാഥാനെ നമ്മൾ കാണുന്നു. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ രാജാവാകുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ വലിയ അഭിലാഷമാകാം. എന്നാൽ യോനാഥാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവിൻ്റെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടെന്നും അദ്ദേഹത്തെ ഇപ്പോൾ അശുദ്ധാത്മാവാണ് നയിക്കുന്നതെന്നും യോനാഥാൻ ശരിക്കും മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ ഭൂമിയിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ദാവീദ് യോനാഥാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എന്നെ കൊല്ലുവാൻ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് നിൻ്റെ പിതാവിനോടോ നിന്നോടോ ചെയ്തത്? യോനാഥാൻ പറഞ്ഞു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ അതുകൊണ്ട് ഭാരപ്പെടണ്ട, നീ ധൈര്യമായിരിക്കുക, നിൻ്റെ ജീവനെ സംരക്ഷിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്ത് നിന്നെ സഹായിക്കാം. അപ്പോൾ ദാവീദ് യോനാഥാനോട് പറയുന്നുണ്ട്, ഞാനും മരണവും തമ്മിൽ ഒരടിയുടെ വ്യത്യാസമാകും, ഒരടി അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നിൻ്റെ അപ്പൻ എന്നെ കൊല്ലും. അപ്പോൾ യോനാഥാൻ പറയുന്നു, എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ രക്ഷിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. നമ്മൾ തമ്മിൽ ഉടമ്പടി ഉണ്ടല്ലോ. ഇതിനു മുമ്പ് നമുക്കറിയാം, യോനാഥാന് ദാവീദിനെ തൻ്റെ പ്രാണന് തുല്യം സ്നേഹിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ മേലങ്കി ഊരി ദാവീദിനെ അണിയിച്ചവനാണവൻ. ഇത്രമാത്രം സ്നേഹവും സഹനശക്തിയും ദൈവാത്മാവുള്ളൊരു മനുഷ്യനെ പഴയ നിയമകാലത്ത് നമ്മൾ കാണുക എന്നുള്ളത് വളരെ അപൂർവമായൊരു കാര്യമാണ്. ഇന്ന് പുതിയ നിയമസഭയിലും ഇങ്ങനെയുള്ളവരെ കാണുക വളരെ അസാധ്യമാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു കാര്യം നീ ചെയ്തു തരണം, 3 ദിവസം വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ സഹായിക്കണം. കാരണം അമാവാസി എന്ന ദിവസം അടുത്ത് വരികയാണ്, പൂർണ്ണചന്ദ്രൻ്റെ. അങ്ങനെയുള്ള ദിവസങ്ങൾ രാജാവിനോട് ചേർന്ന് ദാവീദ് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. രാജകൊട്ടാരത്തിലുള്ളവരെല്ലാം മാസത്തിലൊരിക്കൽ ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിക്കുന്ന രീതി, അത് പണ്ട് മുതലും ഇന്നും അതൊക്കെ ഉള്ളതാണ്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് അവരോടൊക്കെ ചേർന്ന് അതിൻ്റെ സ്റ്റാഫുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പണ്ട് രാജകാലങ്ങളിലുള്ളതാണ്. അപ്പം അന്ന് ഞാൻ അവിടെ വരുന്നില്ല, വന്നാൽ ദാവീദ് ശൗലിനെ കൊല്ലുമെന്ന് ദാവീദിനറിയാം. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം നിൻ്റെ അപ്പൻ ചോദിക്കും, അപ്പം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം പറയണം. ഞാൻ ബേഥലഹേമിൽ വാർഷിക ബലി അർപ്പിക്കാൻ പോയിരിക്കുകയാണെന്ന് നീ നിൻ്റെ അപ്പനോട് പറയണം. അപ്പോൾ യോനാഥാൻ അത് സമ്മതിച്ചു. അതിനുശേഷം അമാവാസ്യയുടെ ആ ദിവസം വരുന്നു, ദാവീദിനെ കാണുന്നില്ല. വന്നെന്തെങ്കിലും അവൻ അശുദ്ധനായതുകൊണ്ടായിരിക്കാം, ഏതെങ്കിലും രീതി പഴയ നിയമകാലത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാറില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചു, അന്നും അവനെ കണ്ടില്ല. അപ്പോൾ യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് ഒരു കള്ളം പറയുകയാണ്, ദാവീദിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അവനിങ്ങനെ എന്നോട് അനുവാദം ചോദിച്ചു. അപ്പോൾ ഞാൻ അനുവാദം കൊടുത്തു. അത് കേട്ട് ശൗല് യോനാഥാൻ്റെ നേരത്തെ കോപിക്കുകയും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയുമാണ്. പൈശാചികമായൊരു ശക്തി ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിയുമ്പോൾ സ്വന്തം മകനെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്രമാത്രം ക്രൂരമായ രീതിയിലായിരിക്കും പൈശാചിക ശക്തി ഒരുവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്.
കാരണം അവനിലെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു. ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഇത് വരും. ഇതിനു മുൻപ് പല ആളുകളും ഒരു സംശയം ചോദിച്ചായിരുന്നു, ദൈവം ദാവീദിൻ്റെ മേൽ അശുദ്ധാത്മാവിനെ അയച്ചു എന്ന് മുൻ അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ട്. ദൈവം അശുദ്ധാത്മാവിനെ അയക്കുന്നവനാണ്? ഒരിക്കലുമല്ല. ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി അവിടെ അശുദ്ധാത്മാവ് പ്രവേശിക്കും. നമ്മിലെ ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് പ്രവേശിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ രാത്രി ലൈറ്റ് ഇട്ട് നമ്മുടെ റൂമിലിരിക്കുന്നു. ലൈറ്റ് അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇരുട്ടിനെ ആരും വിളിച്ചുകൊണ്ട് വരണ്ട, അവിടെ സ്വയം അന്ധകാരം ഉണ്ടാവുകയാണ്. കാരണം അന്ധകാരമയമായ ഭൂമിയിലാണ് നമ്മൾ വെളിച്ചമിട്ട് നമ്മൾ രാത്രിയിൽ അന്ധകാരത്തിൽ നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് അണയുമ്പോൾ ആരും ഇരുട്ടിനെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, തന്നെ അത് വന്നോളും. കാരണം പാഴും ശൂന്യവും അന്ധകാരമയമായ ഈ ഭൂമിയിൽ, പൈശാചിക ശക്തി വ്യാപരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവികമായ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അതവിടെ വന്ന് കയറും. പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്. മനുഷ്യൻ അശുദ്ധാത്മാവിനെ പുറത്താക്കി അതിങ്ങനെ അലഞ്ഞു നടന്നു. കുറേ ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്കിയപ്പോൾ താൻ പുറത്തായ ആ സ്ഥലം കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടത് കണ്ട 7 ദുരാത്മാക്കളെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന ആ മനുഷ്യൻ്റെ ഗതി ഇത് മുമ്പിലത്തേക്കാൾ മോശമായി പോയെന്ന് കർത്താവ് പറഞ്ഞ ഉപമ നമുക്കറിയാമല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുക. ഇതുപോലെ ശൗലിൽ നിന്ന് ദൈവാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അശുദ്ധാത്മാവോടെ കയറി അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുക. സ്വന്തം മകനെ പോലും കൊല്ലാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം യോനാഥാനോട് പറയുന്നുണ്ട്, ദാവീദ് ജീവിച്ചിരുന്നാൽ നിനക്ക് രാജാവാകാൻ പറ്റില്ല. തൻ്റെ മകനെ എങ്ങനെയെങ്കിലും തനിക്ക് ശേഷം രാജാവാക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷെ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ദാവീദിനെ ഉൾക്കൊള്ളാനും സാധിക്കുകയില്ല. തനിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഗോലിയാത്തിനെ വരെ കൊന്നവനാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വാർത്ഥത മനുഷ്യനെ കടന്നുകൂടുമ്പോഴുള്ള പൈശാചിക ശക്തിയുടെ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദാവീദിനെ നമ്മൾ തന്നെ 34-ാം വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദിനെ തൻ്റെ പിതാവ് അപമാനിച്ചതിൽ യോനാഥാൻ ഏറെ ദുഃഖിക്കുന്നുവെന്നാണ്. ദൈവാത്മാവുള്ളൊരു മനുഷ്യന് മാത്രമേ അങ്ങനെ ദുഃഖമുണ്ടാവുകയുള്ളൂ. തന്നെയല്ല അപമാനിച്ചത്, ദാവീദിനെയാണ്. അവനെ അപമാനിച്ചതിൽ ദുഃഖിക്കുക. എന്തോരം നല്ലൊരു മനുഷ്യനായിട്ടാണ് യോനാഥാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം 41-ാം വാക്യം മുതൽ ഒരു അമ്പെയ്ത്തിലൂടെ തൻ്റെ പിതാവിന് തന്നോട് ഇഷ്ടമില്ല എന്നുള്ള അടയാളം യോനാഥാൻ ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ അടയാളം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദ് എഴുന്നേറ്റ് 41-ാം വാക്യത്തിൽ മുതൽ വായിക്കുന്നു, ദാവീദ് എഴുന്നേറ്റ് കൽക്കുമ്പാർത്തിനടുത്ത് 3 പ്രാവശ്യം കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. യോനാഥാനിലൂടെ തൻ്റെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവത്തെ കുമ്പിട്ട് ദാവീദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മൾ നേരത്തെ വായിച്ചു, അദ്ദേഹം കിന്നരം വായിച്ചും സങ്കീർത്തനങ്ങൾ പാടിയും പ്രാർത്ഥിച്ചും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ അത്ഭുതകരമായി ഇപ്പോൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവകൃപ എപ്പോഴും അവനോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമാകുന്നിടം വരെയും അങ്ങനെയുള്ളവരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ യോനാഥാനും ദാവീദും അതിനുശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് ഉറക്കെ കരയുന്നതായി നമ്മൾ കാണുന്നു. അവരുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യോനാഥാൻ ഒരു പുരോഹിതനല്ല, അദ്ദേഹം ഒരു പ്രവാചകനല്ല, വെറുമൊരു സാധാരണ മനുഷ്യനാണ്, അൽമായനാണ്. പക്ഷെ അദ്ദേഹത്തിലുള്ളതായ ദൈവകൃപ, ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളൊന്ന് കാണുക. ഇതിന്ന് സഭാ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിന് നേതൃത്വത്തിലുള്ള ഏതെങ്കിലും മനുഷ്യനെ നമുക്കിനെ കാണാൻ പറ്റുമോ? എല്ലാവരും അവരവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തനിക്കെങ്ങനെ രാജാവാകാൻ പറ്റുമെന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനം മറ്റൊരാൾക്ക് നൽകി ആ ആളെ ആദരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ദൈവകൃപയുള്ള മനുഷ്യനെ കൊണ്ട് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ.
ആ ആത്മാവാണ് ദൈവമേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ പൊതുവിൽ വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ, യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കൊലയുടെ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട ചില മനുഷ്യരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതുനിയമത്തിൽ ഈ യോനാഥാനെ പോലെ ഉള്ളവരെയാണ് സഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് കർത്താവ് സ്ത്രീഹന്മാരെ അയച്ചും സ്ത്രീഹന്മാരിലൂടെ നമ്മളെ സഭയിൽ അംഗങ്ങളാക്കി തീർത്തതും. ഈ ഒരു മനോഭാവം, യോനാഥാൻ്റെ മനോഭാവത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ സഭയിലെ ഇങ്ങനെ വ്യവഹാരങ്ങളോ തർക്കങ്ങളോ കലഹങ്ങളോ അധികാരത്തിന് ഉടമ്പലികളോ ഒന്നും ഒരു സഭയിലും സംഭവിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു യോനാഥാൻ്റെ ആ ആത്മാവ്, ആ മനോഭാവം ദൈവമേ ഞങ്ങളിലും വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സംഭവങ്ങളൊക്കെ, ഈ വേദവായനങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.